ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കോസ്മോസ് ദി ഗെയിമർ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മൈൻക്രാഫ്റ്റ് വേൾഡായിട്ടാണ്. സോ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മൾ ഒന്ന് മുതൽ 2 വരെ പഠിക്കണം, 1 മുതൽ 100 വരെ പഠിക്കണം. സോ ഇറ്റ്സ് എ ടഫ് ചലഞ്ച്. കാരണം ഞാനും ഹേ ഗെയിമറും ഓൾറെഡി ഒരു വേൾഡ് നടത്തുന്നുണ്ട്. സോ അപ്പം ഹേ ഗെയിമർ ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിടാം. സോ അങ്ങനൊരു ഇതിനാണത്. ആൻഡ് ഇതിൽ നമ്മൾ എപ്പോഴും കളിക്കും. ഞാൻ ഡ്രാഗണെ ബീറ്റ് ചെയ്യണ വരെ ഞാൻ ഇതിൽ കളിക്കും. ചിലപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, കുറേ ഇഷ്യൂ കാരണങ്ങളാൽ ചിലപ്പോൾ. സോ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞിട്ട വീഡിയോസിനൊന്നും അത്രയ്ക്ക് റീച്ചില്ല. സോ പ്ലീസ് ഈ ഒരു വീഡിയോക്കെങ്കിലും ഒരു 10 വ്യൂസ് ഞാൻ ജയിക്കണുള്ളൂ. അത്രയെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആക്കി തരാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ആക്കി തരാം. കാരണം ഞാനത് കുറേ മെനക്കെട്ട് ഉറക്കൊഴിച്ചിരുന്ന് എഡിറ്റ് ചെയ്തിട്ട്, ആൻഡ് അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുക വലിയ എഡിറ്റിംഗ് ഇല്ലെങ്കിലും അത് അപ്ലോഡാവലും നമ്മളെ ടൈം ഇങ്ങനെ പോരാണ്. സോ നിങ്ങളെന്ത് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും അത് റീച്ചാവും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുക. സോ നമ്മുടെ പുതിയ GTA 5 ഗാങ്സ്റ്റർ പൈറേറ്റ് സിറ്റീൻ്റെ വീട് നമ്മളിപ്പോൾ മിക്സയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയാം, നമുക്ക് അത് മാറ്റിയിട്ട് വേറെ കണ്ടന്റ് എടുക്കാം. നിങ്ങൾ പറയണ പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് നമ്മൾ ബേസിക് ടൂൾസ് നമുക്ക് ഉണ്ടാകണം. ഒരു പിക്കാക്സ് മതി. നമ്മൾ ഒരു വില്ലേജ് കണ്ടെത്തണം. അതാണ് ഇപ്പോൾ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോത്തെ ഗോള് ഒരു വില്ലേജ് കണ്ടെത്തണം. ഇപ്പം വില്ലേജ് കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കതൊരു സാഡ് കാര്യം. നോക്കാം, ഒറ്റൊരു വില്ലേജ് നമുക്ക് എവിടെയെങ്കിലും കണ്ടെത്താനായിട്ട് നോക്കാം. അവിടെ കുറച്ച് അയണേ കണ്ട്, നിങ്ങളത് കണ്ട്. അല്ല, ക്രീപ്പറല്ല, കോളുണ്ട്, അയണുണ്ട്. സോ ഈ ഒരു കളിയിൽ എനിക്ക് ഭാഗ്യമുണ്ട്. കാരണം ഇത് തുടക്കത്തിൽ അയണ് കിട്ടുന്ന അത്രയ്ക്ക് നല്ല കാര്യം. അതായത് ഇതിൽ നമുക്കറിയാലോ, ബെഡ്റോക്ക് എഡിഷനിൽ നമ്മുടെ സ്വന്തം നമ്മുടെ സ്കെൽറ്റൻ മച്ചാനെ എന്ന് രക്ഷപ്പെടാൻ ഷീൽഡിനെ വേണ്ടി വരും. അത് 2 ഷീൽഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാനൊരു ഹാർഡ് കോർ വേൾഡ് തുടങ്ങിയതായിരുന്നു ഇന്നലെ. സോ അതിൽ ഞാൻ കളിച്ചപ്പം പ്ലെയർ ഇങ്ങനെ ഷീൽഡ് പിടിച്ചിരിക്കേനി. അപ്പം സ്കെൽറ്റനെ എനിക്ക് തല്ലാനും പറ്റുന്നില്ല, 2 എണ്ണമായിട്ടുണ്ടല്ലോ. അപ്പം ഞാനെന്ത് ചെയ്ത്, കുറച്ച് നേരം കാത്തുനിന്ന് ഒരു റിട്ടേൺ അടിക്കല്ലോ മേത്തേക്ക്, അങ്ങനെ ഒരാൾ മരിക്കുമല്ലോ, അതിന് വേണ്ടി കാത്തുനിന്നാണ്. പക്ഷേ നമുക്ക് തന്നെ അതൊരു പണിയായിട്ട് വന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതായത് പിന്നെ എനിക്ക് എന്താ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു വേൾഡ് അവിടെ വെച്ച് എൻഡായി. സോ നമ്മൾ പേടിക്കേണ്ട ഒരാളാണ് ഈ സ്കെൽറ്റൻ. അത്രക്കും വലിയ ഹൈപ്പ് കൊടുത്ത് പറയണതിനൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഇങ്ങനത്തെ ഒന്ന് കളിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഈ ഒരു സ്കെൽറ്റൻ ഞാൻ മിക്ക യൂട്യൂബേഴ്സിനോട് റെക്കമെൻഡ് ചെയ്യാണ്. വലിയ യൂട്യൂബേഴ്സാണെങ്കിലും ചെറിയ യൂട്യൂബേഴ്സ്, നിങ്ങൾ ബെഡ് റോക്ക് കളിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര എഫേർട്ട് ഇടും. അതും ഈ സാധാരണ ഇതിലൊക്കെ ഇവർക്ക് കേവിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ഓടാം. ഇതെനിക്ക് ഇഷ്ടമായി. ഒരു മിനിറ്റ് എടാ, ഇത് നമുക്ക് നമ്മളെ ബേസൊക്കെ എടുത്താലോ? ഒരു ഐഡിയ ഉണ്ട്. നമുക്കെന്താ, ഓക്കെ, ഒരു കേവ് കൊണ്ടെടുത്ത് പിന്നെ വില്ലേജ് തപ്പി പോയാൽ മതി. ഇത് നമ്മളെ ബേസാക്കാം. സോ ഫസ്റ്റ് അവിടെ നിങ്ങളെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് വീണോ? വീണ് പോയെന്ന് പറയരുത്. അത് ഒരാടുണ്ടേനു അവിടെ, നമുക്ക് തോന്നിയാണ്. ഓക്കെ, അപ്പം ആട് കപ്പടത് ഇതാ ഇവിടെ. ഇങ്ങോട്ട് വാ. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബെഡ് ഉണ്ടാക്കാൻ. എങ്ങോട്ടാ ഓടുന്നു? ഓക്കെ, 1 ഡെഡ്. സോ
സോ ബൈ ദ ബൈ, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ലുറാസ.മ്യൂസിക്സ് ആണ്. അവർക്ക് ഒന്ന് പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് വലിയൊരു കേവാണ്. നമുക്ക് തോന്നുന്നത് നമ്മൾ ബേസാക്കി എടുക്കാം. ടോർച്ചിൻ്റെ കാര്യത്തിലാണ് പിന്നെ നമുക്ക് പേടിക്കേണ്ടത്. എന്താ നമുക്ക് അങ്ങനത്തെ ഓക്കെ, ടോർച്ചിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട പറഞ്ഞത് ഇവനുണ്ട് ഇവിടെ, ഇവൻ കുറേ ഉണ്ട് ഇവിടെ. എന്തായാലും ഞാൻ അടി കറങ്ങും. അപ്പോൾ അടി പോയിപ്പോൾ ഉറപ്പടി ഞാൻ അടി കറങ്ങും. ഓക്കെ, ഒറ്റൊരാട് ഇവിടെ, ഒരാടിനും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനമായി. ദെൻ കമോൺ. അയ്യോ പേടിയാണ്. അങ്ങോട്ട് ഇവിടെ ഓക്കെ, നമുക്കെന്ത് ഇങ്ങനെ പോവാം. ഓക്കെ, സോ നിങ്ങളെന്തായാലും ഇത്ര വരെ കണ്ടെത്തിയില്ലേ? എന്താ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം നമ്മൾ റോഡ് ടു വെറും 10 ആണ്. 10 കഴിഞ്ഞു. ഓക്കെ, നമ്മൾ 10 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് റോഡ് ടു. ദെൻ അപേക്ഷിക്കുകയാണ് നമ്മൾ ജസ്റ്റ് റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ്. പ്ലീസ്, വലിയ മോഹമൊന്നുമില്ല, എന്നാലും 50 സബ്സ്ക്രൈബേഴ്സ് ആവണ കാണാനൊരു മോഹം. പ്ലീസ് ഗൈസ്. സോ ഇവിടെ വരുന്ന ആൾക്കാർ കണ്ടെത്തിയണമെന്ന് നിങ്ങൾക്കറിയില്ല. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം പരമാവധി, നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ അടിയിൽ സേഫ് ഉണ്ടാവില്ലേ? ഓക്കെ, ഇത് കുറച്ച് ഇതുള്ളൂ. പിന്നെ നമുക്കൊരു ഇത് വേണം, ഒരു വോളില്ലേ, അതൊപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഞാൻ തിരിച്ചു തരാം. സോ നമുക്ക് വോളെടുക്കാൻ പോകാം. വോളെടുക്കാൻ പോകാണ്. രാത്രി ആടാ, ഇല്ല രാത്രി ആണില്ല. ഓക്കെ, ഒറ്റൊരു ഷീപ്പ്, ഒറ്റൊരു ഷീപ്പ്. കമോണ്ട്ര മഹേഷ, ഒരു ഷീപ്പ് എവിടെ ഒക്കെ ഉണ്ടാവും അല്ലേ? വീടുകളെ ഒരു ഷീപ്പ് എടാ, ഒരു ഷീപ്പ് മതി, ഒരു ഷീപ്പ് പ്ലീസ്. ഒരു ഷീപ്പ് മതി. ഒരു ഷീപ്പ് മതി പ്ലീസ്. ഒരൊറ്റ ഷീപ്പ് മതി. ഇഷ്ടപ്പെട്ട് ഞാൻ എന്താ നാളെ ആകുമ്പോഴത്തേന് നമ്മളൊരു ബേസ് എന്തായാലും ഉണ്ടാക്കും. അതിന് കുഴപ്പം, അതെനിക്ക് കുഴപ്പം. സോ ഇന്ന് നമുക്ക് തൽക്കാലത്തിന് ഇവിടെ കൂടാം. ഇതാണ് നമ്മുടെ മെയിൻ ബേസ്. ഓക്കെ, അപ്പാണോ അറിയില്ല. ദെൻ അങ്ങനെ കുറേ ആവാനൊന്നും വയ്യ, അതിനുള്ള ആവശ്യമില്ല. സോ ഞാനും ഗെയിമറുമാണെങ്കിൽ ഒരു കളി നമുക്ക് ഹാർഡ് കോർ നോക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, എനിക്ക് കുഴപ്പമില്ല. പിക്കാക്സ് പൊട്ടണ വരെ ഇനി എന്ത് ചെയ്യണമല്ലോ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ രാവിലെ ആയിട്ട് കാണാം. ഓക്കെ, മൈനിൻ്റെ ഇടയിൽ
അയ്യോ, ഇതെങ്ങനെ പൂട്ടാ? ഓക്കെ, ഇവിടെ കുറച്ച് കോപ്പർ കിട്ടിയാൽ മതി. ഇത് കളക്ട് ചെയ്യാം. ഓ, നമുക്ക് കത്തിങ് നോക്കാം. എൻ്റെ അയണോണ്ട് കുറച്ച് കോപ്പറുണ്ട്. കമോൺ വട 1 2 3 നോക്കാം. ഒന്ന് മതി. ഓക്കെ, സോ എന്തായി? ഇപ്പം ഏകദേശമൊക്കെ നല്ലൊരു നിലവാരമുണ്ട് പൈസന്. ഇത് തട്ടിക്കൂടാ, നമ്മൾ ഒറിജിനൽ പൈസ ഇല്ല, അത് നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇതൊക്കെ വറുത്തെടുക്കാം നമുക്ക്. അവിടെ കഴിച്ച് ഇവിടെ ഉണ്ട്. ഈ കിട്ടുന്നതാ മുകളിലൊക്കെ. ഓക്കെ, ഓക്കെ, സോ നേരത്തെ ഓക്കെ, സോ സോംബീസൊക്കെ ഉണ്ട് പുറത്തൊക്കെ പോകണമെന്ന് അത്ര ഡേഞ്ചറും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സ്വന്തം ഷീൽഡ് വേണം നമുക്ക്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആർമർ റെഡി വേണം. ആർമർ റെഡി. പിന്നെ അത് കയറട്ടെ. നാലെണ്ണത്തിന് നമുക്കൊരു ബോട്ട് വേണം. ഓ, നമുക്ക് നോക്കാം. നമുക്ക് ഒരു പാൻറ്റും ദെൻ കുറച്ച് ടൂൾസ് ഉണ്ടാക്കാനുള്ള ഒരു ഇതായിരുന്നല്ലേ ഏകദേശം. നമുക്ക് ഉണ്ടാക്കാം ഒരു 1 5 6 7 ഓക്കെ, 7 ഇതിൽ എത്ര ഉണ്ട്? ഇതിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് പീസ് ഓഫ് ആർമേഴ്സ് കോപ്പറാണ്. നമുക്ക് അയണാകെ ഇനി 3 ബാക്കിയുള്ളൂ. ഐ തിങ്ക് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാണ്ട് കൂടെ പിക്കുമോ പിക്കും. ഓക്കെ, ഇനി നമ്മൾ ആവുന്നതുവരെ കാത്തു നിൽക്കുക. നമുക്ക് ഓടുന്ന കഴിക്കാം.
സോ രാവിലെ ഓ ഓ ഇനി നമുക്കൊരു പാൻറ് ആൻഡ് വി ആർ റെഡി ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഫുൾ സെറ്റ് ഓഫ് കോപ്പർ ആർമർ വിത്ത് അയൺ ഷീൽഡ് ആൻഡ് സ്റ്റോൺ സോഡേഴ്സ് റെഡിയാണ്. ബട്ട് നമുക്ക് പേടിയുള്ളത് ആരെ? സ്കെൽറ്റനാണ്. സോ സ്കെൽറ്റനെ തീർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും സ്കെൽറ്റനിട്ട് വന്ന് കളിച്ചിരിക്കുന്നു. അല്ല നമുക്ക് പോവാം അവിടുന്ന്. ഓക്കെ, യെസ് ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ ബേസിൽ നമ്മളിങ്ങനെ പോയേക്കണം. ബേസിൽ ജോസഫ് ഇവിടെയാണ് നമ്മളെ ബേസ്. യെസ് ആൻഡ് സ്റ്റിൽ സം ഓഫ് ദ കോൾ ഇസ് ദെയർ. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മളെ ബേസ്. ഇനി നമുക്ക് ഫസ്റ്റ് ഡേ കടന്നുപോയി. ഇനി ഇത് നമ്മളെ ബേസ്. അത് ഞാർക്കും അതിനെതിര് പറയാൻ പറ്റൂല. ഇനി അത് സ്കെൽറ്റൻ ഉണ്ടായാലും സോംബ് ഉണ്ടായാലും നമുക്ക് പറ്റില്ല. ഇനി ഞാൻ ഇവിടെ മറ്റേ ഇങ്ങോട്ട് ഒരു സെറ്റപ്പ് ആക്കും. എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സോ നമുക്കുണ്ടാകും ഏറ്റവും അടിയിൽ നമ്മളെ ബെഡും കാര്യങ്ങളും വെക്കാം. സോ എന്താ അതിനുള്ള പേര് നമുക്ക് ഉണ്ടാക്കുന്നില്ല കളിപ്പിക്കാം. സോ ബെഡിനുള്ള വൂള് റെഡി ആക്കണം. സോ അതുണ്ടാക്കണം നമുക്ക്. പോട്ടെ ഓക്കെ, ഒരു പച്ചപ്പാടി ഉണ്ടായിക്കോട്ടെ. പുല്ലുണ്ട്. പിന്നെ ഈ ഒരു രസമുണ്ടായി, കുഴപ്പമില്ല. ബേസിക്കലി ഒരു നോർമൽ ബേസ് വിത്ത് സം ഓഫ് ഡിഫറെൻറ്റ്. ആൻഡ് യെസ്, നമ്മുടെ ആദ്യത്തെ ബെഡ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഫ്ലവർ എടുത്ത് നന്നായി. നമുക്ക് ഉറപ്പിന് ഇങ്ങനൊക്കെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് വൂള് കാര്യം കിട്ടാണ്. സോ ഞാനെല്ലതും മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടാണ് ഞാൻ ചെയ്തൊരു സംഭവം. പിന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാം. എന്നിട്ട് സ്റ്റോൺ സ്ലാബ് ഉണ്ടാക്കാം. എടുക്കുക, ജസ്റ്റ് എടുക്കുക, ഇടന്ന്. ഓക്കെ, സോ ഇതിൽ വെക്കുമ്പോൾ ഉണ്ടാകണ്ട, ഇതിൽ വെക്കുമ്പോൾ ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു വരണ്ടേ. ഓ, ഞാൻ എപ്പോഴാണ് വന്നു. രണ്ടെണ്ണമായിട്ടുള്ളൊരിതുണ്ടാവും. മറ്റേത് വെക്കുമ്പോൾ ഉണ്ടാവില്ല. ഉണ്ടാവും. ചെറുതായിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മുടെ സ്വന്തം ബോക്സുകൾ
ഒന്നുകൂടി വേണം, അതൊക്കെ പിന്നെ ഉണ്ടാക്കാം. ഇവിടെ നമുക്കൊരു എൻട്രി ചെസ്റ്റ് വെക്കണം. യെസ്, അതൊക്കെയാണ് പ്ലാനിങ്. സോ നടക്കും അറിയില്ല. പിന്നെ നമുക്ക് നല്ലൊരു എൻട്രൻസ് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം, അത് റെഡിയാക്കണം. ആൻഡ് നമുക്ക് കുറച്ച് കുറച്ച് കോപ്പർ എടുക്കണം. വൈകുന്നേരം പിന്നെ നമുക്ക് എന്താക്കാം, ഒരു സംഭവം ബേസ് പോലെ ഒന്ന് മുകൾക്കുണ്ടാക്കാം. നമ്മളെ പിക്സൽ ഡോസത്തെ പോലെ തന്നെ ഒരു ബേസ് പോലെ തന്നെ മുകൾക്കുണ്ടാക്കാം. അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, കാരണം അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഇതിൽ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് ഈ നല്ലൊരു അടിപൊളി സൂപ്പർ കിണ്ണം കേവ് കിട്ടുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കിയാണ്. ഡബ്ല്യു ഓക്കെ, ഇവിടെ വെച്ച് കൂട്ടാവുന്നുണ്ട്. നോ എൻട്രൻസ്. ഓക്കെ, നോ എൻട്രൻസ്. ദെൻ ഇവിടെയൊക്കെ ഓക്കെ. ഇങ്ങനെ. സോ അതിനവിടെ അല്ലേ ഒരു സ്റ്റെയർ കേസ് പണിത് ഇടുന്നതാണ്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇനി ഇവിടെ മെയിൻ ഒരു കാര്യം ചെയ്യണം നമ്മൾ, എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. ഇതിങ്ങനെ എന്നിട്ട് നമ്മളെ ടോർച്ച് എടുക്കുക. ടോർച്ച് എടുത്തിട്ട് ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം. ഞാൻ ഡിസൈൻ ചെയ്യണമല്ല, ഇങ്ങനെ വെച്ചില്ലെങ്കിൽ രാത്രി ആപത്ത് കൂടും. ഓക്കെ, ഞാനുണ്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ എന്താ പറയേണ്ടത് അറിയില്ല. ഓക്കെ, നമുക്ക് വെക്കാം. ഭയങ്കര കോൺസെൻട്രേഷനോടെ ചെയ്യണം, അല്ലെങ്കിൽ താഴെ പോയി പാവാടാ പില്ലോടെ തൊട്ട് വെക്കാം. ഒരു സെറ്റേക്കിനെ നമ്മുടെ മട്ട അടിച്ചില്ല നമുക്ക്. ഇനി മോൾക്ക് പോകണം. ഞാൻ ഓരോ ഒരു കോള് ഇതൊക്കെ എന്താണ് എടുത്ത് കട്ടെടുത്ത വേറെ എടുക്കും. അതുകൊണ്ട് ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറേജ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല മോൾക്ക് ഉണ്ടാക്കണം. മോൾക്ക് നമുക്കൊരു ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാം. ഇവിടുന്ന് നേരെ മുകളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടൂല, പെർഫെക്ഷൻ. സോ എൻ്റെ മനസ്സ് പറയണത് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ മനസ്സ് പറയുന്നത് ഇത് മൂടി ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബേസിൽ അതിൻ്റെ ആ ഒരു ഭാഗം കണ്ട ആ ഒരു ഇത് ഒറ്റക്ക് നിൽക്കണേ, അവിടുന്ന് മോൾക്കൊരു സാധനം നമ്മൾ ഉണ്ടാക്കും. അതായത് ഇവിടുന്ന് അടിക്കൊരു വെള്ളത്തിൻ്റെ ഒരു പാത്രം നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അവിടുന്ന് മോൾക്കൊരു സാധനം ഉണ്ടാക്കും. എന്നിട്ട് ആ ഒരു അവിടെ നമ്മൾ എന്തുണ്ടാക്കും, ഒരു ട്രേഡിങ് ഹാളോ അല്ലെങ്കിൽ അയൺ ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമുക്ക്. നമ്മളൊരു ഏരിയയിൽ തന്നെ ആകുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഓട്ടം വേണ്ടിയില്ല. ദെൻ നമുക്ക് അടുത്തൊരു സാധനം വേണ്ടത് വുഡാണ്. സോ വുഡിന് വേണ്ടി നമ്മൾ മുകളിൽ വരെ പോകണം. സോ ഈ ബേസ് ഇഷ്ടമായോ എന്ന് പറയാം, കാരണം എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ചെയ്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാം, ഈ ഒരു ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയാം. ഓക്കെ,
കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ ഞാൻ ഇവിടെ അടിയിൽ മുതലൊരു വഴി ഉണ്ടാക്കിയത്. ഇതാണ് ഇനി പുതിയത്. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കയറി പോയി ഓരുണ്ട്. ഇത് രണ്ടും പൊട്ടിക്കാം. ഓക്കെ, ദെൻ നമുക്ക് എങ്ങോട്ട് പോകണ്ടേ? ഇതുകൊണ്ട് പൊട്ടിക്കാം. ഇത് ഡേർട്ടുണ്ട്, പിന്നെ കുഴപ്പമില്ല. ഓ, ഗ്രാനൈറ്റിൻ്റെ പാട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ വഴിയില്ല. ഇതേപോലെ മറ്റോടത്തൊക്കെ ഉണ്ടാക്കണം, കുറേ ഉണ്ടാക്കാനുണ്ട്. സോ ഇവിടെ വെക്കാം. ഇവിടെ ഒരു കൃത്യ പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, സോ ഞാൻ ഡേർട്ട് ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ വെക്കാം. നമുക്ക് എല്ലായിടത്ത് വെള്ളമാക്കേണ്ടി വരും. അതാകുമ്പോൾ ഉണ്ടാക്കാം. എവിടെയാണെങ്കിലും ഒരു സ്കൈ ബേസ് എന്തായാലും നമ്മൾ റെഡിയാക്കും. അത് ഉറപ്പാണ് നമ്മളെ പിക്സൽ ഡോസിൽ. പിന്നെ നമ്മൾ ഇതിലൊരു സ്കൈ ബേസ് റെഡിയാക്കാൻ നോക്കാം. നമുക്കൊരു ലൈക്ക് എന്തെങ്കിലും ട്രേഡിങ് ഹാളോ ഫാമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതാക്കാം. പിന്നെ നമ്മുടെ പിക്സൽ ഡോസൊക്കെ ഒന്ന് കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. കാരണം നമ്മളത്രക്കും ചെയ്തിടണേല്ല. അപ്പം ഒന്ന് പോയി കണ്ടോളി. കോമഡി ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ചാണ്ട്. പോയി കാണാം. ഇനി എത്ര നോക്കണം? ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം. ഇത് വളഞ്ഞ് തിരിഞ്ഞൊരു ഫോണാണ്. ഓക്കെ, പെർഫെക്റ്റായി. പെർഫെക്റ്റ്. ഇത് ഇങ്ങോട്ട് വരാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരാം. ഇങ്ങനെ ഈ ആടിനൊക്കെ നേരത്തെ ഒന്നാണെങ്കിൽ എനിക്ക് ശരിയാണ്. വേഗം മട്ടനാക്കി ചേർക്കുന്നു. ബ്രെഡാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കാത്തുന്നെങ്കിൽ കുഴപ്പമില്ല. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആടിന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പറയാം. നമ്മളെ ബേസിനെ കുറിച്ച് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമുക്കതൊക്കെ ചെയ്യാം. എന്തോ ഇത്ര ഉണ്ടോ അടുത്തന്നെ കഴിയാനായില്ലേ? കഴിയാനായി. ഇനി അങ്ങോട്ട് പോകണം. പാവാണ്, കുടുങ്ങിപ്പോയി. അതുപോലെ ഞാൻ ചെറിയാണ് പോകുന്നു. വാ, പാവാണ്, കുടുങ്ങിപ്പോയി. എന്നിട്ട് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ അടിയിലേക്ക് നോക്കുന്നു. ഓക്കെ, അതെന്താ ചെറിയ
ആവില്ലല്ലോ. ഇല്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം അല്ലേ. ഓക്കെ, നമ്മൾ വീട്ടിൽ നമ്മൾ വലിയ പ്രോപ്പറാണ്. അതൊക്കെ എത്ര കണ്ട ഇങ്ങനത്തെ കണ്ടെടുക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആ ഹേഗേമാനെ വിളിച്ചുകൊണ്ടിരാം, ഒന്നും കുഴപ്പമില്ല. ഹേഗേമറും പിന്നെ അതാരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരാം, ഹേഗേമറോ. എനിക്ക് അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ, സോ എല്ലാവരും വിളിച്ചുകൊണ്ടിരാം നമുക്ക് വേണമെങ്കിൽ. പക്ഷേ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. യെസ്, ഓക്കെ, ഇത് കണ്ട് കഴിഞ്ഞു. അയ്യോ, പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വന്ന കാര്യം നോക്കാം. കുറേ മുറിക്കണ്ടാവും, നമ്മളതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുഴുക്കാൻ രണ്ടില്ല. അപ്പോൾ തന്നെ അവിടെ വയ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ പറ്റി. ഫുഡൊന്നുമില്ല, കുറച്ച് ഫുഡായിട്ട് ഓ നമ്മളെ ബേസിലൊരു ആടുണ്ട്, അതിനെ രക്ഷിക്കാൻ മറന്നു. എന്താന്ന് വെച്ചു, ഒരു വില്ലേജ് ആണ് ഇന്നത്തെ ടാർഗറ്റ്, ശരിയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളൊരു ബേസ് ഉണ്ടാക്കി. ഞാൻ വില്ലേജിൻ്റെ ഒക്കെ അടുത്തുണ്ടാക്കാനാണ് പ്ലാന്. എന്താ ഓക്കെ, സോ വില്ലേജൊന്നും കിട്ടിയില്ല നമുക്ക്. അതിന് പകരം നല്ലൊരു ഗുഹ കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിന്നൊരു ബെഡ് പൊക്കി പോരാനാണ് പ്ലാൻ വില്ലേജിൽ നിന്ന്. നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടാവില്ല, അത് വേണ്ട. പോയിക്കോളൂ പോയിക്കോളൂ. ഓക്കെ, ടെസ്റ്റ് നിൽക്കുന്നുണ്ട്, ആവശ്യമുണ്ടാവും. ഇനി വേഗം ബേസ് പോവുക, കാരണം ഭയങ്കര കുറവാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും. ഇതാകുമ്പം വെറുതെ ഇങ്ങനെ പെറുക്കിയാലും ഉപകാരമുണ്ട്. കത്തി കാണുമ്പോൾ വലിയ കോളിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടാവും. അവിടെ എനിക്ക് കോളിൻ്റെ ഇല്ല തീരെ. വേഗം പോകണം തീരെ. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ കിട്ടും, നമുക്ക് നമ്മളവിടെ കുഴിച്ചിടാം. ഒന്നുമില്ല, ഓക്കെ, വേണ്ട, ഇവിടെ പോവാം. സോ വലിയൊരു യാത്രയാണിത്. ഓക്കെ, പാവം എൻ്റെ അമ്മയാണല്ലേ അത്. എനിക്ക് വലുതാവട്ടെ കുറച്ച്. ഇല്ല, ഇതിപ്പം ഇനി അധികം നേരത്തിന് ഓടാൻ പറ്റലുണ്ടാവില്ല. ഇതിപ്പോൾ എൻട്രൻസോടെ ഇപ്പം അങ്ങനെ അറിയാം, ഇവിടെയൊക്കെ ഒരു എൻട്രൻസ്. ഇതിൽ കൂടെ ഞാൻ അറിഞ്ഞു വന്നത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. യെസ്,
ഓക്കെ, ഇപ്പം നല്ലൊരു വഴിയായില്ലേ. ചെറിയ ഭാഗത്തൊക്കെ ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാവുള്ളൂ, അതിൻ്റെ കണ്ട. സോ യെസ്, കണ്ട സിമ്പിളായിട്ട് പോവാം. ഇവിടെ ഒരു ഫാം ആക്കി നമുക്ക്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ കൂടി ഷീപ്പ് പോയാണ് സ്പോണേ ഉണ്ടാവും. ഓക്കെ, ഇനി കുറേ കത്തിക്കാൻ വെക്കാം. ഓക്കെ, അപ്പം നമുക്കില്ലേ അടുത്ത ഇതിൽ നമ്മളെ അടുത്ത വീഡിയോ എന്ത് ചെയ്യാം, നമുക്ക് ഇത് കണ്ടുപിടിക്കാം. വില്ലേജ് കാരണം ഇതിൽ നടക്കൂല. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കോസ്മോസ് ദി ഗെയിമർ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.